കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ 300 ഫോളോവേഴ്സ് ഉള്ളത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ 1200 എങ്ങാനുമായി. അല്ല ഇതാണ് ദാറ്റ്സ് എ ഫൺ ഓഫ് ഇറ്റ്. ക്യാമറ പറക്കുന്ന മനുഷ്യൻ. Welcome to Kutra, ladies and gentlemen. Weather is so good. ഒന്നും പറയണ്ട. സംഭവിച്ചെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് എത്താൻ നേരത്താണ് നമ്മൾ ആലോചിച്ചത് കീ എടുക്കാൻ വന്നത്. ബൈക്കിന്റെ കീ എടുക്കാൻ വന്നത്. വണ്ടിയുടെ കീ ആണ് എന്റെ റൂം കീയുടെ കൂടെയുള്ളത്. കാറിന്റെ ബൈക്കിന്റെ കീ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഇനി തിരിച്ച് മുകളിലോട്ട് പോവാ. കോപ്പ്. വെൽക്കം ടു അനദർ റൈഡ്. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം വിൻഷീൽഡ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സാധനം കാണത്തില്ല, മനസ്സിലായില്ല. അപ്പോൾ ആദ്യം വിൻഷീൽഡ് ക്ലീൻ ചെയ്യാം. നമ്മൾ അന്ന് ലാസ്റ്റ് ജബൽ ജയ്സ് പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ഇന്നാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് നമുക്ക് നല്ലൊരു കൂൾ വിൻറ്റേജ് ക്ലാസിക് കാർ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഹാങ് ഓൺ ടൈറ്റ്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മുടെ ദീപുവിൻ്റെ ഒരു ബിൽഡാണത്. കിഡ്ന സാധനം നടക്കേണ്ട സാധനം, കാണേണ്ട സാധനം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ആംഗിളും കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് വിചാരിക്കാം. എല്ലാം സെറ്റാണ്. ക്യാമറ റോളിങ് എല്ലാം സെറ്റ്. ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കുതിരയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ആകെ ഒരു ബൈക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കാറ് നിങ്ങൾ കാണേണ്ട ഒരു കാറാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് നമ്മളിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ക്ലിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലിട്ട് ഏതൊക്കെയോ ക്ലിപ്പ് കയറി അങ്ങ് കൊത്തി. അതിൽ ഒരു ക്ലിപ്പ് നമ്മൾ നേരത്തെ മുന്നേ ഇട്ട ഒരു നല്ല സാധനം ഉണ്ടായിരുന്നു. അതൊരു 2 മില്യൺ വ്യൂ അടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ദുബായിൽ ഇത് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിൽ ആർക്കെങ്കിലും ലൈസൻസ് എടുക്കാൻ താല്പര്യമുണ്ടോ, അവർക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ സാധനം. അത് നന്നായിട്ട് അങ്ങ് റീച്ച് കയറി. നമ്മുടെ ഫോളോവേഴ്സ് ലിസ്റ്റും അങ്ങ് കൂടി. പുക അങ്ങനെ 300 കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ 300 ഫോളോവേഴ്സ് ഉള്ളത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ 1200 എങ്ങാനുമായി. അപ്പോൾ അതിൽ നിന്ന് ആരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ ഫാമിലി. നമ്മൾ എൻ്റെ ഇൻസ്റ്റഗ്രാമോ ഞാൻ തീരെ പ്രതീക്ഷയല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നുള്ളത്. പക്ഷേ ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യം, ദുബായിൽ ട്രേഡ് ലൈസൻസ് ദുബായിൽ ബൈക്കിൻ്റെ ലൈസൻസ് എങ്ങനെ എടുക്കാം. ദുബായിൽ ബൈക്കിൻ്റെ ലൈസൻസിന് ഞാൻ എടുത്തത് ഒരു 5-6 വർഷം മുന്നെയാണ്. അപ്പോൾ അന്ന് എനിക്ക് കോസ്റ്റ് ആയത് ഏകദേശം 6000 ദിറംസോ അതിൻ്റെ അപ്പുറത്തോ എങ്ങനെ ആയിട്ടുള്ളത്. പക്ഷേ അന്ന് ഞാൻ എടുത്തപ്പോൾ ഞാൻ 2 പ്രാവശ്യം എൻ്റെ ഫൈനൽ ടെസ്റ്റ് പൊട്ടി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 6000 സംതിങ് എന്തോ ആയത്. അപ്പോൾ അതാണ് എനിക്കത്. പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചോദിച്ചിട്ട് കറക്റ്റ് ഞാൻ വീഡിയോ ചെയ്യാം. പക്ഷേ അറൗണ്ട് ഈ റേറ്റാണ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ അറിയേണ്ട കാര്യം, 2 ടൈപ്പ് പാക്കേജസ് ഉണ്ട് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാണെങ്കിൽ. ഒന്ന്, നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ പറയാം ഒരു ഫിക്സ്ഡ് പാക്കേജ് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അത് എത്ര കറക്റ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയാം. പക്ഷേ ആ ഫിക്സ്ഡ് പാക്കേജ് എടുക്കുവാണെങ്കിൽ ഒരൊറ്റ എമൗണ്ട് അങ്ങ് കൊടുക്കുക. പക്ഷെ അത് ഒറ്റയടിക്ക് കൊടുക്കണം. ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പൊട്ടിയാലും എക്സ്ട്രാ ക്ലാസ് എടുക്കേണ്ടി വരും. പൊട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് വേണ്ടി എക്സ്ട്രാ ഫീസ് കൊടുക്കണ്ട. എത്ര പൊട്ടിയാലും രണ്ടാമത് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ എക്സ്ട്രാ ഫീസ് കൊടുക്കണ്ട. ഇങ്ങനെ ഒന്നുമില്ല. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടി ജയിക്കുന്നത് വരെ അത് കവർ ചെയ്യും. അപ്പോൾ അതാണ് ഒന്ന്. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഇതാണ്, എക്സ്ട്രാ ചാർജസ് വരില്ല. അത്രേ വരുള്ളൂ, അവിടെ ലോക്കായി കിടക്കും. അതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾ കാശ് എടുത്ത് കൊടുക്കണം. പക്ഷേ ക്രെഡിറ്റ് കാർഡോ ടാബിയോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് നടക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ എടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പേയ്മെൻറ്റ് അടക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യണം. ടെസ്റ്റ് ഇൻ ഡ്രൈവിംഗ് സെൻറ്ററിൽ ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 1000 ദിറംസോ അങ്ങനെ എന്തോ കൊടുക്കണം. അത് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നോളജ് മറ്റേ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാവും, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിനൊരു ഫീസ് അടക്കണം. എന്നിട്ട് ക്ലാസ്സിന് പോകണം. എന്നിട്ട് പിന്നെ ആ ടെസ്റ്റിനൊരു ഫീസ് അടക്കണം. എന്നിട്ട് ടെസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഗ്രൗണ്ടിലുള്ള ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് എടുത്ത് കൊടുക്കണ്ട. ഒരു മാസം നിങ്ങളൊരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മാസത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഫയൽ ഓപ്പൺ ചെയ്യുക. അടുത്ത മാസം അടുത്തത് ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ലൈസൻസ് മെല്ലെ അങ്ങനെ കംപ്ലീറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നില്ല. പിന്നെ അതിൻ്റെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ
എത്ര പ്രാവശ്യം നമ്മൾ പൊട്ടുന്നോ അത്രയും പ്രാവശ്യം നമ്മൾ എക്സ്ട്രാ കാശ് ചിലവാക്കേണ്ടി വരും. ഞാൻ അന്ന് കണക്ക് കൂട്ടിയ സമയത്ത് ഞാൻ എൻ്റെ ഫൈനൽ ടെസ്റ്റാണ് പൊട്ടിയത്. ഫൈനൽ ടെസ്റ്റ് പൊട്ടുമ്പോൾ നിങ്ങൾ 8 ക്ലാസ് എക്സ്ട്രാ എടുക്കണം. 8 ക്ലാസ്സും പ്ലസ് ഒരു ടെസ്റ്റിനും ബുക്ക് ചെയ്യണം. ഓരോ ക്ലാസ്സിനും അന്ന് 75 ദിർഹംസ് അങ്ങനെയാണ്. അപ്പോൾ ഒരു ടെസ്റ്റും ബുക്ക് ചെയ്യാനുള്ള ക്യാഷും 8 ക്ലാസ്സും കൂടെ കംപ്ലീറ്റ്ലി അറൗണ്ട് 900 ദിർഹംസ് വരും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫൈനൽ പൊട്ടുമ്പോൾ 900 ദിർഹംസ് വെച്ചിട്ട് എക്സ്ട്രാ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാച്ച്. ഇതാണ് 2 വഴികൾ ബൈക്കിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ദുബായിൽ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എമൗണ്ട് വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാം. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു എത്രയാണ് വരുന്നു എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് എക്സ്ട്രാ ചെയ്യുന്നതാണ്. ഇതാണ് ഏകദേശം ഒരു ഓവറോൾ ഒരു പിക്ചർ. ഇതാണ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ വെൽക്കം ടു അനദർ റൈഡ് ബാക്ക് ടു 311 പെട്രോൾ ഹാഫ് ടാങ്ക്. നമ്മൾ അന്ന് അവിടെ നിന്ന് അടിച്ചതല്ലേ, ജബൽ ജയ്സ് പോയപ്പോൾ സമയത്ത് അവിടെ നിന്ന് താഴെ നിന്ന് അടിച്ചാൽ. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇന്ന് വേറെ രസമുണ്ടായത്. ഇന്ന് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടു കാണും. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി താഴെ എത്തി. അപ്പോൾ മനസ്സിലായി എനിക്ക് ഞാൻ കീ എടുത്തിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ തിരിച്ച് ലിഫ്റ്റ് കയറി വീണ്ടും തിരിച്ച് മേലേക്ക് തന്നെ പോയി. മേലേക്ക് പോയി കഴിഞ്ഞ് മേലെ എത്തി ഫുൾ തിരഞ്ഞു, റൂം മൊത്തം തിരഞ്ഞിട്ട് സാധനം കിട്ടുന്നില്ല. അങ്ങനെ അവസാനം സ്പെയർ കീ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അങ്ങനെ സ്പെയർ കീ എടുത്തിട്ട് താഴേക്ക് പിന്നെയും വന്നു. താഴെ വന്ന് സ്പെയർ കീ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ കാറിൽ പോയി കാറിലെങ്ങാനും കീ വെച്ചിട്ടുണ്ടോ നോക്കി. കാറിൽ പോയപ്പോൾ കാറിൽ കീ ഇല്ല. അങ്ങനെ തിരിച്ച് ഓക്കെ എന്തായാലും സ്പെയർ കീ ഉണ്ട്, മറ്റേത് പോയാലും ഇപ്പോൾ വണ്ടി ഓടിക്കാലോ എന്നുള്ള രീതിയിൽ സ്പെയർ കീ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഹെൽമെറ്റിൻ്റെ, കാരണം നോർമലി ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ട് മേലെ പോകുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ 2 ഗ്ലൗസും വെക്കാറ്. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ഹെൽമെറ്റിൽ നിന്ന് ഗ്ലൗസ് എടുത്തപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കീ. അപ്പോൾ ഗ്ലൗസ് വെച്ച സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൈഡ് പോയി വന്ന സമയത്ത് ഗ്ലൗസ് വെച്ച സമയത്ത് അതിൻ്റെ കൂടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കീയും കൂടെ വീണതാണ്. അപ്പോൾ ഇതാണ് ആ കീ. അപ്പോൾ ആ കീ തന്നെ നമ്മൾ യൂസ് ചെയ്തു. സ്പെയർ കീ ഞാൻ എൻ്റെ ബാഗിലും വെച്ചു. ഞാൻ കഴിഞ്ഞ ഏതൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വണ്ടി കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അത് കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ വിറ്റ് പോകാഞ്ഞത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്ന് ദീപു എൻ്റെ അടുത്ത് 100 തവണ പറഞ്ഞതാ, എടാ കൊടുക്കണ്ട. പക്ഷേ ഇന്നിവിടെ ഈ വണ്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത്രയോ മേലെ ലൈറ്റ് ഉണ്ട്, ചാടി കളിക്കുന്ന ലൈറ്റ്. വണ്ടി ഉണ്ടായതുകൊണ്ട് ഇത്രയും റൈഡ് ചെയ്യാൻ പറ്റുന്നു. തെറപ്പി. എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യം, ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. എൻ്റെ അമ്മോ, എത്ര പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് പല കാര്യങ്ങളും ചോദിച്ചിട്ട്. അതിൽ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാവുന്നതായിരുന്നില്ല. പക്ഷെ എന്നാലും സന്തോഷമുള്ള ഭാഗം എന്താ വെച്ചാൽ ഇത്രയും പേര് മെസ്സേജ് അയച്ചു. ഞാനൊന്നും ഇത്രയും കൂടുതൽ DM ഈ അടുത്തൊന്നും കണ്ടില്ല. പണ്ട് ഗെയിമിങ്ങിൻ്റെ കണ്ടൻറ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വരാറുണ്ടായിരുന്നു. പക്ഷേ ഈയിടെ നമ്മൾ ഇത്രയും DM എനിക്ക് വരാറില്ല. അപ്പോൾ അതൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. സോ താങ്ക് യു. പിന്നെ 2-3 കാര്യം ചോദിച്ചത്, ദുബായിൽ ബൈക്ക് ഓടിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 2 കാര്യം എൻ്റെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള 2 മെയിൻ കാര്യം. ഒന്ന്, ഫിൽറ്ററിങ്. നമ്മുടെ വണ്ടികളുടെ ഇടയിൽ കൂടെ വണ്ടി കയറ്റി പോകുന്നത് ഇവിടെ അലൗഡ് ആണോ? അല്ല. ഫൈൻ കിട്ടും. അപ്പോൾ നോർമലി ഇവിടെ ഡെലിവറി ബൈക്കേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും സാധാരണ കയറ്റി പോകും. ഞാനും ഇടയ്ക്ക് കയറ്റി പോകാറുണ്ട്. ശ്രദ്ധിച്ചും കണ്ടും പോയില്ലെങ്കിൽ ഫൈൻ കിട്ടും, പണിയും കിട്ടും. ശ്രദ്ധിക്കുക. നമ്പർ 1. നമ്പർ 2 ചോദിച്ചിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ യെല്ലോ ലൈനിൻ്റെ ഉള്ളിൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. പറ്റില്ല. യെല്ലോ ലൈന് എമർജൻസി വണ്ടികൾക്ക് മാത്രമാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതും ചില സമയത്ത് ഞാൻ അതും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ 2 കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ വ്ളോഗിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറയും പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. വീട്ടിൽ ട്രൈ ചെയ്യരുതെന്നല്ല. WWE പണ്ട് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും. എപ്പോഴും WWE തുടങ്ങുന്ന സമയത്ത് ഒരു ഡയലോഗ് വരും, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. Don't try this at home. ബേസിക്കലി അത് ചെയ്യരുത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. ബേസിക്കലി നല്ല വെതറാണ്. ഇനി അങ്ങോട്ട് ബൈക്കുകളിലാണ് നമ്മുടെ മേജർ സഞ്ചാരം. ലൈഫ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് പുതിയത്? ലൈഫ് അപ്ഡേറ്റ്സ് നമുക്ക് കാര്യമായിട്ട് പുതിയ ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എന്നത്തെയും പോലൊക്കെ അങ്ങനെ പോകുന്നു. ഇന്ന് 2 പോഡ്കാസ്റ്റിൻ്റെ 2 എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു. എൻ്റെ 2 ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. റോബി എന്ന് പറഞ്ഞ ഒരുത്തനും പിന്നെ ലീവോൾ എന്ന് പറഞ്ഞ ഒരുത്തനും. ഇവർ രണ്ടുപേരായിരുന്നു ഇന്നത്തെ ഗസ്റ്റുകൾ 2 പേര്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു, അതൊരു വഴിക്ക് വെച്ചു. പിന്നെ ഇനി അപ്പോൾ അത് ഈ മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ അതിലുള്ളൂ. ഇന്ന് അടുത്ത എപ്പിസോഡ് ഇറങ്ങാറായി. അപ്പോൾ ആ എപ്പിസോഡ് ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 1-ാം തീയതി അടുത്ത എപ്പിസോഡ് ഇറക്കണം. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നോക്കട്ടെ. ഇതെന്തായാലും ബൈക്ക് റിലേറ്റഡ് അല്ല, പക്ഷെ എന്നാലും ഇരിക്കട്ടെ. കഴിഞ്ഞ റീല് ചെയ്ത സമയത്ത് അതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായി
ഇഷ്ടം പോലെ പേര് ദുബായിൽ ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരാണോ, ഒരുപാട് പേര് ദുബായിൽ ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഇഷ്ടം പോലെ പേര്. അമ്പോ, എല്ലാവർക്കും അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ആവട്ടെ. എല്ലാവരും ലൈസൻസ് എടുക്കാനും വണ്ടി എടുക്കാനും പറ്റിയൊരു സാഹചര്യം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവട്ടെ. കാരണം ഇത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് റൈഡ് ചെയ്യാൻ പറ്റുമോ, കാരണം അവരുടെ കയ്യിൽ ചിലവരുടെ കയ്യിൽ 200 cc വണ്ടിയാണ്, 150 വണ്ടിയാണ്, 300 cc ഒക്കെ ചെറിയ വണ്ടികളോ 1000 cc ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എല്ലാവർക്കും സെയിം റിപ്ലൈ തന്നെ കൊടുത്ത്, എന്ത് CC ആണെങ്കിലും ബൈക്ക് ഓടിക്കുന്നവൻ്റെ റൈഡറാണ്. ഞാൻ പഴയൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 50 cc 100 cc 1000 cc ഒന്നൊരു വിഷയമല്ല. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, യു ആർ എ റൈഡർ. അതിലൊരു ചേഞ്ചും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ അതിൽ വരുന്ന വെല്ലുവിളികൾ, പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോഴുള്ള വെല്ലുവിളികൾ ഇതാണ്. നമ്മുടെ കാറ്റഗറി, അതായത് ഇപ്പോൾ ഒരു 100 cc ബൈക്കർ ഒരു 1000 cc ബൈക്കറിൻ്റെ കൂടെ റൈഡ് ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ 1000 cc ബൈക്കർ അത് അറിഞ്ഞിരിക്കണം. അതായത് 100 cc അവൻ്റെ കയ്യിലുള്ളൂ, ഞാനിവിടുന്ന് പുഷ് ചെയ്താൽ അവൻ ബുദ്ധിമുട്ടും എന്നുള്ളത് അറിഞ്ഞിട്ട് ഓടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 100 cc ഇതിൻ്റെ കൂടെ വെച്ച് പിടിക്കാൻ ഒരുപാട് സ്ട്രെസ്ഫുള്ളാണ്. ഒന്ന് ബൈക്കും ചിലപ്പോൾ താങ്ങിക്കോണമെന്നില്ല, ഓടിക്കുന്ന ആൾക്കും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരിക്കും. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഒരു പ്രാന്തല്ലേ. 1000 നമ്മുടെ മല്ലു ട്രാവലർ പണ്ട് നമ്മുടെ മല്ലു ട്രാവലിൻ്റെ TVSൻ്റെ ആ വണ്ടി കൊണ്ട് യാത്ര പോയത് ആലോചിച്ച് നോക്കി. ജസ്റ്റ് TVSൻ്റെ നോർമൽ ഒരു 150 cc വണ്ടിയായിരുന്നു തോന്നുന്നത്, ആമിന എന്നൊക്കെ പേരിട്ടിട്ട്. അതും കൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ ചുറ്റിയത്. അപ്പോൾ ചെയ്യണം, വേണമെന്ന് വിചാരിച്ചാൽ നടക്കാമെന്നൊരു ഇതേ ഗ്ലോബൽ വില്ലേജ് കത്തി ജ്വലിച്ച് നിൽക്കുന്നു. അപ്പോൾ ഏത് CC ആണെങ്കിലും ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഇറങ്ങി തിരിച്ചാൽ ഓടിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ റോയൽ എൻഫീൽഡ് വിസിറ്റ് ഇപ്പോഴും ബാക്കി എടുക്കുക, ചെയ്യണം. ഈ ആഴ്ച മൊത്തത്തിലൊരു പൊതുവേ ഒരു തലവേദന പിടിച്ച ആഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഇറങ്ങാനുള്ള ഒരു മൂഡ് ഉണ്ടായില്ല. പക്ഷേ അടുത്ത ആഴ്ച എന്തായാലും ചെയ്യണം. ഈ ഒരു വീക്കെൻഡ് കൂടെ കഴിഞ്ഞിട്ട് ചെയ്യണം. റോയൽ എൻഫീൽഡ് പോയി നമുക്ക് വാതിൽ മുട്ടി നോക്കണം, പ്ലീസ് എനിക്കൊരു വണ്ടി തരൂ. കബാഡ്, ഞാനൊരു വൻ വ്ളോഗറാണ്, ലോകം അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ് ഞാൻ, എനിക്കൊരു വണ്ടി തരൂ. നിങ്ങളുടെ സെയിൽ കുത്തനെ ഉയരും എന്നാണ്. പക്ഷേ കുറേ പേർക്ക് അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ, എത്ര വരും വണ്ടി, ഫൈനാൻസ് കിട്ടുമോ. കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു ഫൈനാൻസ് കിട്ടുമോ എന്നാണ്. ഇതിൻ്റെ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കറക്റ്റ് ഒരു ഉത്തരം പറയാൻ പറ്റിയില്ല. പക്ഷെ എല്ലാം ചെക്ക് ചെയ്യണം, നോക്കാം നമുക്ക്. ഇന്ന് ഫുള്ള് സത്യം പറഞ്ഞാൽ ഇന്നത്തെ റൈഡ് ഒരു Q&A വൈബാണ്. ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ. ഇന്ന് നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, മുതൽ വണ്ടിയാണ് മക്കളെ, മുതൽ വണ്ടിയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിലെനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, ദീപുവിനെ അറിയാത്തവരുണ്ടാവില്ല. വണ്ടിഫൈഡ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം വണ്ടിയോട് താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അവൻ ഇതുപോലെ ഓരോ ഭ്രാന്തുകളാണ്. വണ്ടി പണിയുക, പിന്നെയും പണിയുക. സ്പെഷ്യലി ക്ലാസിക് കാറുകളുടെ എന്താ പറയുക, കുത്തപ്പിനാറ് പണിയിലാണ് പണി. അപ്പോൾ അതിൽ എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബിൽഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതും ഓപ്പൺ റൂഫ്. ക്ലോസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ഓപ്പൺ റൂഫ് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി വിൻ്റർ, നല്ല വെതറും അല്ല, ഓപ്പൺ റൂഫ് തന്നെ ആയിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്ന്. വണ്ടിക്കൊരു കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വണ്ടിയുടെ ഡിഫൻഡറിൻ്റെ നമ്പറൊക്കെ D1990 അല്ലല്ലോ 19999. മാസ്. അൽ ഖുദ്ര സ്ട്രീറ്റ്, മദീനത്ത് അൽ ഖുദ്ര, അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ നേരെ ചെന്ന് അവിടെ ദീപും അവിടെ നമ്മുടെ സൈക്കിൾ റൗണ്ട് ബോട്ടിൽ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് വിടാം. അൽ ഖുദ്ര ഇത് പിടിക്കാം. അൽ ഖുദ്ര സ്ട്രീറ്റ്, മദീനത്ത് അൽ ഖുദ്ര. ഇത് നല്ല രസമുള്ള ഒരു ബ്രിഡ്ജ് കേട്ടോ. താഴെയുള്ള നല്ല ഏരിയ അത് കണ്ടോ, നമ്മുടെ മരങ്ങൾ, പാം ട്രീസും കാര്യങ്ങളും വെച്ചിട്ട്. എനിക്കൊന്ന് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ഇവിടെ കുറച്ചുകൂടെ ഗ്രാസ് ഇനിയും വെക്കാണ്ട്. ഇതും ലൈറ്റിങ്ങും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും, കിടുക്കും. മാസറാറ്റി അല്ലത്, അതെ. എല്ലാവരും എന്താ പറയുക, കുറേ പേര് ഗ്ലാസ്സൊക്കെ താത്തി വെതറൊക്കെ എൻജോയ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ കുതിരയിലോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് 1-2 പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ
അതായത് അവർ പാർട്ട്ണർ 2 പേരും റൈഡേഴ്സ് ആണെന്നുള്ളൂ. ഓ ഹൗ കൂൾ ഈസ് ദാറ്റ് അല്ലേ? അവരുടെ വൈഫാണ്, ഗേൾ ഫ്രണ്ടാണോ, പാർട്ട്ണറും 2 പേരും റൈഡേഴ്സാണ്. എന്നിട്ട് ഇടയ്ക്ക് 2 പേരും ബൈക്ക് എടുത്തിട്ട് ഇറങ്ങുന്നു. എന്ത് രസമാണ്. അതുകൊണ്ട് കിയ നല്ല രസമുണ്ട്. ലൈറ്റാണ്. K5 ആണോ? ലൈൻ. ഇവിടെ വെയിറ്റ് ചെയ്യണോ ഫ്രണ്ടിൽ പോകണോ? ഫ്രണ്ടിൽ പോകാമെന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ പോകാം. അപ്പോൾ ഈ ഫിൽറ്ററിങ് ആണ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. പോലീസൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ചെയ്യരുത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. മനസ്സിലായല്ലോ? പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. പോട്ടെ. പക്ഷേ സൈഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മാന്യന്മാരായതുകൊണ്ട് നമ്മൾ കാത്തു നിന്നു. അതല്ലേ കണാര അതിൻ്റെ ശരി. ഇവിടെ നിന്നാണ് നോർമലി നമ്മൾ അവിടുന്ന് വരുന്ന സമയത്ത് കുതിരയ്ക്ക് കയറാറ്. ഇതാണ് ആ കുതിര എക്സിറ്റ്. ഇതിന് മുന്നേ കുതിര ട്രിപ്പിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനു ലൈറ്റ് അടിക്കുന്നു? ഓക്കെ, അത് നേരെ പിടിച്ച് നമുക്ക് റൈറ്റ് പിടിക്കണം. ഐ തിങ്ക് സോ. ചില റൗണ്ട് അബൌട്ട് കണ്ടല്ലോ ഇതുപോലെ നീണ്ട് നിവർന്ന് കിടക്കുക. റൗണ്ട് അബൌട്ട് കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അയ്യോ ഇതിപ്പോൾ നമ്മളെവിടെ കുറേ സ്ട്രെയിറ്റ് പോകുന്നല്ലോ എന്നൊക്കെ. റൗണ്ടായിട്ട് തോന്നുന്നില്ല. നോ ഓൺലി ഓൺ കറി. വേണ്ട ഭക്ഷണത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കാണിക്കരുത്. വേണ്ട വെറുതെ ഇരുന്ന് എന്നെ. നമുക്കൊരു സാധനം ഓർഡർ ചെയ്യണ്ടായിരുന്നല്ലോ. എൻ്റെ പെഡൽ ബോർഡ് ഭയങ്കരമായിട്ട് നോയ്സ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ നോയ്സിൻ്റെ വരുന്ന ഗ്രൗണ്ട് ലൂപ്പിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ കാര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് ബേസിക്കലി ഒന്നുമില്ല. എൻ്റെ പെഡൽ ബോർഡിൽ നിന്ന് സൗണ്ട് സ്പീക്കറിലേക്ക് വരുമ്പോൾ ഒരു ഭയങ്കര എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കേബിളിങ്ങിൻ്റെ കൂടുതൽ കേബിളിങ് ആയിട്ടാണ്. അപ്പോൾ അത് മാറ്റാനുള്ള ഒരു സാധനം, ഒരു കട്ടയുണ്ട്, അത് വാങ്ങണം. അപ്പോൾ അത് ഇന്ന് ഓർഡർ ചെയ്യണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഇന്ന് ഓർഡർ ചെയ്താൽ എനിക്ക് നാളത്തേക്കെങ്കിലും സാധനം സെറ്റ് ആവുള്ളൂ. നമ്മൾ സൈക്കിൾ റൗണ്ട് പോട്ട് കഴിഞ്ഞു? ഇല്ലല്ലോ. നോ വേ. സൈക്കിൾ റൗണ്ട് പോട്ട് കഴിഞ്ഞില്ല. 611 ബ്രിഡ്ജ് കഴിഞ്ഞിട്ടോ സൈക്കിൾ റൗണ്ട് പോട്ട്. ഇവിടെ സ്പീഡ് എത്രയെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ ഫെലോസ്. ഓ അതെന്താ നെറ്റ്സാ? ഓ ക്രിക്കറ്റ് നെറ്റ്സ്. അയ്യോ, ഇതേ പോകുന്നു. കരീം ബ്രോ. ഇവിടെ എന്തോ എത്ര തിരക്ക്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. മിക്കവാറും ദീപമായിരിക്കും. ഈ ഏരിയ എന്താ നോക്കുന്നത്? ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ പൊളിച്ച ഏരിയ. നല്ല രസമുണ്ട് കാണാൻ, ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇവിടെയൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെന്നാവും. കുതിര പോകുന്ന വഴി നമുക്ക് ഈ ലൈൻ എടുക്കാനുള്ളത്. കാരണം നമുക്ക് റൈറ്റ് പോകണം. എന്നാലേ നമുക്ക് സൈക്കിൾ റൗണ്ട് ബോട്ടിൽ എക്സിറ്റ് അടിച്ച് കയറ്റി വിട്ടാലോ. ലൈറ്റ് പോസ്റ്റൊക്കെ ക്യാമറയാണെന്നുള്ളതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതാ ചിലപ്പോൾ ലൈറ്റ് പോസ്റ്റും ക്യാമറ ആയിരിക്കും. എത്തിയിട്ടില്ലല്ലോ. നമ്മളാണ് ഫസ്റ്റ്. ഹൗ കം? നോർമലി ദീപമാണല്ലോ ഫസ്റ്റ് എത്തണ്ടേ. നമുക്കിവിടെ എത്തിയിട്ട് വിളിച്ച് നോക്കാം ആശാൻ എവിടെയെന്ന് ചോദിച്ചോട്ടെ. അങ്ങനെ നമ്മൾ സൈക്കിൾ റൗണ്ട് ബോട്ട് എത്തിയിരിക്കുന്നു. വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ചൂടാ. ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നതാ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി ഒന്ന് കഴുകി ബോക്സൊക്കെ ഊരിയപ്പോൾ സംഗതി ലുക്കായില്ലേ? അതെ, സംഗതി ലുക്കായി, നോ ഡൗട്ട്. അപ്പോൾ നമുക്ക് ദീപ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി ബാക്കി റൈഡ് കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. നിങ്ങളെ ഞാൻ ഹരം കയറ്റി വണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി വന്നില്ല. ഐ ആം ദി സോറി. പക്ഷേ നമ്മളെന്തായാലും കുതിര പോവാം. സംഗതി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വണ്ടി അവൻ എടുക്കുന്നതിന് പകരം ബൈക്കും കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഹൈപ്പ് കയറ്റി. പക്ഷേ സാരമില്ല, നമ്മളിന്ന് കുതിര പോയിട്ട് വരുന്നതാണ്. കുതിര പോയി നമ്മൾ ചായയും സാൻഡ്വിച്ചും കഴിച്ചിട്ട് നമ്മൾ തിരിക്കുന്നതാണ്. അയ്യോ ക്യാമറ. ഇവിടെ സ്പീഡ് ലിമിറ്റ് അത്രയൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ റൈഡ് അപ്പോൾ 2 ബൈക്ക് ആസ് യൂഷ്വൽ മൾട്ടി സ്ട്രാഡ. എൻ്റെ ബാക്കിൽ എന്താ എഴുതിയുള്ളത്? മമ്മു. അഗൈൻ ക്രൂസ് കൺട്രോൾ ഉള്ളതിൻ്റെ അഹങ്കാരമാണ് കാണുന്നത്. നമ്മുടെ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ. ഇതാണ് എൻ്റെ ക്രൂസ് കൺട്രോൾ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുതിര റൈഡ് ആസ് ഓൾവേസ്.
ഇതൊന്നും ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ എഴുതി കാണിക്കൂ, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതാണ് ഒരു എൻജോയ്മെൻ്റ് ആണിത്. കണ്ടാ, ഇതാണ് ദാറ്റ്സ് എ ഫൺ ഓഫ് ഇറ്റ്. ഇതേ പറക്കുന്നു. ക്യാമറ ഹലോ. ഇതാണ് ഈ ഫ്രീഡമാണ് കാണുന്നത്. 2 കൈയൊക്കെ തരുന്നത്. ഇത് നമ്മളൊരു പറക്കുന്ന പ്രതീതിയാണ്. ബൈക്ക് ഓടിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു ഫീല്. ബൈക്ക് ഓടിച്ചിറങ്ങിയാൽ നമ്മൾ ശരിക്കും പറവകളെ പോലെയാണ്, ഫ്രീ ആയിട്ട് പറന്ന് നടക്കുക. ഇതാണ് ബൈക്ക് റൈഡിങ്ങിൻ്റെ. ഗോപ്രോയിൽ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കിട്ടിയോന്നാവോ? ഇനി അപ്പുറത്തെ സൈഡിലോട്ട് ചെരിച്ച്. പക്ഷേ ലീനിങ് വളരെ മിസ് ചെയ്യുന്നു. പക്ഷേ ഈ ട്രാക്ക് സ്യൂട്ട് ഇട്ടുകൊണ്ട് ലീൻ ചെയ്യുന്ന പരിപാടി നടക്കത്തില്ല, റിസ്ക്കിയാണ്. റൈഡിങ് ഗിയറിനാകുമ്പോൾ കുറച്ചും കൂടെ ധൈര്യമാണ് ലീൻ ചെയ്ത്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒന്ന് പാളിപ്പോയാലും ക്യാമറ അഥവാ ചെറുതായിട്ടൊന്ന് പാളിപ്പോയാലും റൈഡിങ് ഗിയർ ഉണ്ടെങ്കിൽ സേഫാണ്. ഇപ്പോൾ ഈ ഗിയറിൽ ആ കന്നന്തിരിവ് നടക്കത്തില്ല. നമുക്ക് റൈറ്റ് സൈഡ് പിടിച്ച് ഈ വ്യൂ നോക്കാം. അതുപോലെ ഒരു സാധനം നമുക്ക് വെക്കണം, കാലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനം. കാലൊക്കെ കയറ്റി വെച്ച് പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഈ റൈഡ് എന്തിനാ ഇതുപോലെ കൂക്കി വിളിക്കുന്നത്, ആവശ്യമില്ലാത്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. പക്ഷെ അതൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഇത് നമ്മൾ ബൈക്ക് എന്താ പറയുക, വ്ളോഗ് ചെയ്താലും ഇല്ലെങ്കിലും ഈ കൂക്കുവിളിയും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒച്ചയുണ്ടാക്കലൊക്കെ സാധാരണയാണ്. അതെന്തായാലും ഉണ്ടാവും. എത്ര പേര് ചെയ്യാറുണ്ട് നിങ്ങൾ അതൊക്കെ? അത് മിണ്ടാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, അവൻ ചാരി ഇരിക്കുവല്ലേ വണ്ടി, കാലും കയറ്റി വെച്ച് വണ്ടിയിൽ ചാരി ഇരിക്കുക, വണ്ടി അവനെയും കൊണ്ട് അങ്ങനെ പോവുക. ക്യാമറ ഇതിനൊരു ക്രൂസ് വേണ്ട, ഇതിന് ക്രൂസ് കൺട്രോൾ ഇനിപ്പോൾ ഞാൻ അത്യാഗ്രഹം പാടില്ല. നമുക്ക് ക്രൂസ് കൺട്രോൾ ഇല്ലാതെ നമുക്ക് ഓടാം. എൻ്റെ ഗ്ലൗവിൻ്റെ ഇപ്പോഴൊക്കെയാണ് ഈ ക്രൂസ് കൺട്രോളിൻ്റെ ആവശ്യം വരുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ വണ്ടി നമ്മുടെ ത്രോട്ടിൽ വിട്ടിട്ട് എനിക്കിതൊക്കെ ശരിയാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടി എന്നാണ് പുറകോട്ട് വലിയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. ഇത് കണ്ടോ, നമുക്ക് ഈ സൈഡ് പിടിക്കാം. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണാനുള്ള ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ V4 റാലി വേർഷനാണ്. ഇത് കിട്ടിട്ട വണ്ടിയാണ്. ഒരു ദിവസം ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ടെസ്റ്റ് റൈഡ്, ഒരു ചെറിയ കുഞ്ഞു റൈഡ് ഇതും കൊണ്ട് പോകണം, വണ്ടി സ്വാപ്പ് ചെയ്തിട്ട്. എക്സോസ്റ്റ് സൗണ്ട് ഗോപ്രോയുടെ ഓഡിയോയിൽ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ വിൻഡ് നോയ്സ് ഭയങ്കര ഉണ്ടെന്ന് തോന്നുന്നു ഗോപ്രോയിൽ. നമുക്ക് ഈ കാല് ഫ്രണ്ടിലേക്ക് വെക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം അല്ലേ? ലോങ് ഒക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ജബൽ ജയ്സ് എന്നൊക്കെ വരുന്ന സമയത്ത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് റോഡ് നേരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബോറടിക്കും. വണ്ടി ഓടിച്ച് ബോറടിക്കും. കുറച്ച് ടേണുകളും കുറച്ച് സിഗ്നലുകളും ഇതെല്ലാം വേണം, എന്നാലേ ഒരു ഹരമുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ. അവൻ കിടന്നോ? അയ്യോ,
വെൽക്കം ടു കുദ്ര ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെദർ ഈസ് സോ ഗുഡ്. ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വെദർ ഭയങ്കരമായിട്ട് തണുത്തത്. പറക്കുന്ന മനുഷ്യൻ. ആ റൗണ്ട് ഫിഷ് റൗണ്ട് ബോട്ട് ആ സൈക്കിൾ റൗണ്ട് പോലെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പെട്ടെന്ന് എത്തും നമ്മുടെ കുദ്ര ഡെസ്റ്റിനേഷനിലോട്ട്. അയ്യോ, ഇതിൽ ക്യാമറയിൽ ചാർജ് തീരാറായല്ലോ. എനിക്കൊന്ന് ഗോപ്രോയുടെ ഒരു ബാറ്ററി പാക്കും കൂടെ നമ്മൾ വാങ്ങേണ്ടി വരും. എൻ്റെ കയ്യിലുള്ളത് ഏകദേശം വെടി തീർന്ന ബാറ്ററി പാക്കാന്ന് തോന്നുന്നു. തുഴയുന്നു, പറക്കുന്നു, വഞ്ചി ഓടിക്കുന്നു, വള്ളം തുഴയുന്നു, എന്തെല്ലാം കാണണം. അപ്പോൾ ഗോപ്രോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബാറ്ററി പാക്ക് മാറ്റേണ്ടി വരും. നോക്കാം. കാരണം നമ്മുടെ കയ്യിലുള്ള ബാറ്ററി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഡെഡ് ആവുന്നുണ്ട്, പെട്ടെന്ന് തീരുന്നുണ്ട് അതിന് വേണ്ടി. കണ്ടോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സൈക്കിൾ റൗണ്ട് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്ന്. പണ്ടൊക്കെ കുതിരോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഒരു ലോങ് റൈഡിൻ്റെ ഒരു വൈബായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ചെക്ക് പോയിന്റ് നീങ്ങിയിട്ടാണോ? ഓ, ഈ ഒരു വെതർ എല്ലായിടത്തും ആയിരുന്നെങ്കിൽ എന്ത് രസമാണ്. അങ്ങനെ നമ്മൾ കുദ്രയിലോട്ട് എത്തിയിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മൾ ആ സൈഡിലോട്ട് ഇതുവരെ പോയിട്ടില്ലല്ലേ, ഇതുവരെ ഒന്നും ആ സൈഡിലോട്ട് അധികം പോയിട്ടില്ല. അവിടെ ഒരുപാട് ബൈക്കുകൾ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരാണ് നമുക്ക് എനിക്ക് തോന്നുന്നു, നമ്മുടെ മലയാളികൾ തന്നെയാണ് കൂടുതൽ ഇവിടെ ദുബായിൽ ബൈക്കേഴ്സ്. കാരണം ഏത് റൈഡിങ് ഗ്രൂപ്പിൽ ചെന്നാലും ഉണ്ടാവും ഒരു വലിയ ഭാഗം മലയാളികൾ. നമ്മൾ പിന്നെ മലയാളികൾ അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും നമ്മളങ്ങ് വാഴണം, അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ ഇവിടെ അധികം ബൈക്കേഴ്സ് കാണുന്നില്ല അല്ലേ. അതെ ഇരിക്കുന്നുണ്ട്. XR ആണോ? അല്ല, S1000RR സുസുക്കി ബ്ലൂ. അല്ലെങ്കിൽ അങ്ങോട്ട് ഇട്ടാലോ? എനിക്ക് തോന്നുന്നു ആ സൈഡിലേക്ക് ഇടാവും ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ, ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ കുതിര എത്തിയിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നേരെ ഇനി ഇവിടെ നിന്നൊരു ചായയൊക്കെ കാച്ചി ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകാനുള്ള സ്ഥലം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് തിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ പോകും, ക്യൂസൈസ് പോകും. അവിടെ വേറൊരു ആഫ്രിക്ക ട്രെയിൻ നമ്മൾ നേരെ ഫ്രണ്ടിൽ വരണം. പുതിയ മോഡലാണെന്ന് തോന്നുന്നു, നമ്മളെക്കാളും പുതിയ മോഡലാണ്. അതെ, ഡെഫിനറ്റ്ലി നമ്മളെക്കാളും പുതിയതാണ്. നമ്മുടേത് 2016 നമ്മുടെ വണ്ടി. അത് 1000 cc ആണ്. അതിനുശേഷം ഇറങ്ങിയതല്ല 1100 cc ആണ്. ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം. അപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലം മിക്കവാറും കിസൈസ് ആയിരിക്കും. നമ്മളൊന്ന് കിസൈസിൽ പോകണം. കാരണം ചിലപ്പോൾ മിക്കവാറും കിസൈസിൽ പോകണം. ദീപിൻ്റെ ഒരു വണ്ടി അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കണം. വണ്ടി ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, വണ്ടി റിവീൽ ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ക്രൂസേഴ്സ് കുറേ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. ദീപിൻ്റെ പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്. ദീപും ബോബയും പള്ളിപ്പെരുന്നാളിന് ഫേമസാണ്. അപ്പോൾ ഇവിടെ ആരോ, നമുക്കറിയാവുന്ന ആരോ ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞേ. പോയി നോക്കാം. ജഗഞ്ച ഈ പാർക്കിങ്ങിലാണോ? ഇവിടെ ആരോ അറിയുന്നവരുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടോ? അദ്വൈത എന്തുണ്ട് ആരിത്? എന്തുണ്ട്? സുഖം സുന്ദരം. HR വിളിച്ചില്ല, ഇത് പെട്ടെന്നുണ്ടായ റൈഡാ. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു എന്നാ പോവാം. ശരി, നമ്മളെങ്ങനെ കിസൈസിക്കാണോ പോകുന്നത്? കിസൈസിക്കാണോ? വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ടോ? അങ്ങനെ കിസൈസിക്കല്ല. അപ്പോൾ അങ്ങനെ ഗായ്സ്, നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്വീകരണ സ്ഥലം എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് പോയി കണ്ടുപിടിക്കാം. വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഏത് വർക്ക്ഷോപ്പിലാണെന്ന് എനിക്കറിയില്ല. കിസൈസിക്കല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ DIP ആയിരിക്കും. ടു ദ റൈറ്റ് ബാക്ക്. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫോഗ് പിടിക്കുന്നുണ്ട്. അതിപ്പോൾ പോകണ്ടാവും. ഇപ്പോൾ കാറ്റ് കയറി കഴിയുമ്പോൾ അതങ്ങ് സെറ്റാവും. ഇപ്പോൾ കണ്ടില്ല അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വലിപ്പം. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ മലയാളികൾ അവരെല്ലാവരും എനിക്ക് പരിചയമില്ല. ഒരാളൊഴികെ ബാക്കി എല്ലാവരും പരിചയമുണ്ടെങ്കിൽ. നമ്മൾ വളരെ ടൈറ്റ് നിറ്റ് കമ്മ്യൂണിറ്റിയാണ്. അത് ഒരുപാടുണ്ട് മലയാളികൾ. ബൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനു മാത്രം നമ്മുടെ മല്ലു റൈഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഉണ്ട്
വലിയ ഗ്രൂപ്പ്. പിന്നെ അതിലല്ലാത്ത വേറെ വലിയ ഗ്രൂപ്പുകൾ വേറെയും. അപ്പോൾ നമുക്കിന് നേരെ വെച്ച് പിടിക്കാം അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട്. അത് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നമ്മുടെ ചെയിന് ക്യാമറ ചെയിന് ഡ്രൈ ആണെന്നാണ് പറഞ്ഞത്. ചെയിന് ലൂബ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഗ്യാരേജിൽ പോയി മോട്ടോ ഹബിലോ എവിടെയെങ്കിലും പോയിട്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓയിലും കാര്യങ്ങളും ലൂബും എല്ലാം വേണ്ടി വരും. ഇത് വളരെ ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കും. അത്യാവശ്യമാണ്, എന്തായാലും ചെക്ക് ചെയ്ത് വെക്കണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. Lovely. നേരെ 10 മണിയാണ് സമയം. സൈഡ് പിടിക്കുക, എന്നാലേ ഇവൻ്റെ വ്യൂ കിട്ടുള്ളൂ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. ഈ വെതർ സത്യം പറഞ്ഞാൽ ഈ ഏരിയയിലോട്ട് ശരിക്കും നമുക്ക് വെതറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കുതിര ഏരിയയിലോട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ ഗാരേജിലോട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് വിടാം. അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് പാക്കലാം. എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം നമുക്കത്. അപ്പോൾ കാശ് നമ്മളിവിടെ DIP എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കലാപരിപാടികൾ എന്തെല്ലാം ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഗാരേജ് പോയിട്ട് ദീപിൻ്റെ വണ്ടിയുടെ പണിയുന്നുണ്ട്, അതൊന്ന് പോയി നോക്കണം. അത് കഴിഞ്ഞ് പിന്നെ മിക്കവാറും തിരിച്ച് വീട്ടിലോട്ടാവും. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ടുള്ള അയ്യോ ഞാൻ അങ്ങോട്ടാന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഇതെന്ത് ഇതിന് മാത്രം പൊടിയോ റോട്ടിൽ? ഈ ചെറിയ റോട്ടിൽ ചെറിയ സ്പീഡ് കുറച്ച് കൂട്ടിയാൽ തന്നെ അത് വലിയ സ്പീഡായിട്ട് തോന്നും അല്ലേ? ഹൈവേയിൽ നമ്മളൊരു 160 പോയ സ്പീഡ് തോന്നില്ല. ഇവിടെ ഒരു 100 പോയാൽ തന്നെ എന്തോ കത്തിച്ച് വിടുന്ന പോലെ ഒരു ഫീലാണ്. ഇതിനാണോ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്? അങ്ങനെ എന്തൊരു സാധനമല്ലേ? ഈ ഏരിയയിലോട്ട് നമ്മൾ ബൈക്കും കൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല, ഈ ഏരിയയോട്ട് ബൈക്കും കൊണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു. ഇവിടെ ഒരു ഹമ്പുണ്ട്. സ്ലോ ഡൗൺ ജമ്പ്. ഹമ്പ് ചാടുമ്പോൾ ഒന്ന് എണീറ്റ് നിന്നാൽ നമ്മുടെ നിതംബത്തിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും. മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, അതാണ് ഞാൻ നിതംബം എന്ന് ഉപയോഗിച്ചത്, മനസ്സിലല്ലോ. നമ്മളിനി വൈസറൊക്കെ തുറന്നിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് മെല്ലെ മെല്ലെ പിടിക്കാം. ഇവിടെ എവിടെയാണ് മറ്റേ ഹോട്ട് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഫാക്ടറിയിലോ. ഹോട്ട് പാക്ക് നമ്മുടെ ഫുഡ് പാക്കേജിങ് എല്ലാം ഉള്ള ആ കമ്പനി. അത് ക്രോസ് ചെയ്ത് വരില്ല. ഈ റൂട്ടിലൂടെ അല്ല നോർമലി ഞാൻ വരാറ്, ഈ സൈഡിലൂടെ അല്ല. അപ്പോൾ 311 കയറുമ്പോൾ കറക്റ്റ് അറിയാം എവിടെയാണ്. അപ്പോൾ ഇവിടെ വിക്കഡ് കസ്റ്റംസ് എന്ന് പറയുന്നൊരു ഗ്യാരേജ് ഉണ്ട്. അവിടെ നമ്മുടെ എന്താ പറയുക ക്ലാസിക് വണ്ടികളുടെ പൊടി. നമ്മൾ അങ്ങോട്ടല്ല പോകുന്നു കേട്ടോ. റൈഡ് ആൻഡ് റൈസ്. ഇതിപ്പോൾ നമ്മളവിടെ കണ്ടില്ലേ ഒരു താടിക്കാരൻ, നമ്മുടെ മാത്യുവിൻ്റെ ഗ്യാരേജാണ്. റൈഡ് ആൻഡ് റൈസ്. പോളിച്ച് ബോർഡ്, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ടിടാം വണ്ടി, അതാണല്ലേ. അതാകുമ്പോൾ ആർക്കും ഒരു ശല്യമില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സൂപ്പർ പോൾ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് ഉള്ളിൽ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം.
അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട് വെച്ച് പിടിക്കാം. അപ്പോൾ ദീപ് പിന്തുടർന്ന് നമുക്ക് നേരെ 311 കയറാം. 311 കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് പിടിച്ച് നേരെ വീട് പിടിക്കാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇതേ ഒരു ജിമ്മിനി. There we go. Go left. അപ്പോൾ ഗൈസ് ഓൺ ദ വേ ബാക്ക്. ഗ്ലാസ് വൈസർ താഴ്ത്തി ഇടുന്ന ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം. അതായത് വൈസർ താഴ്ത്തി ഇടുന്നത് ജസ്റ്റ് വെറുതെ കാറ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടി, പൊടി പിടിക്കാൻ വേണ്ടി മാത്രമല്ലെന്ന്. അതായത് റോട്ടിൽ കൂടെ സ്പീഡിൽ റൈഡ് ചെയ്യുന്ന സമയത്ത് റോട്ടിൽ നിന്ന് വല്ല കല്ലോ പിന്നോ ആണിയോ എന്തെങ്കിലും തെറിച്ചാലേ, അപ്പോൾ ആ റീലിൽ അതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ ഒരു ആണി കുത്തിത്തറച്ച് കറക്റ്റ് കണ്ണിൻ്റെ നേരെ കുത്തിത്തറച്ച് നിൽക്കുന്നു. അയാളെങ്ങാനും അയാളെങ്ങാനും ആ ഹെൽമെറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് അയാളെ കണ്ണി കുത്തി കയറിയത്. അപ്പോൾ ആ റീൽ അതായിരുന്നു പറഞ്ഞ്. വൈസർ അടച്ചോടിക്കുന്നത് വെറും പൊടി കയറാതിരിക്കാൻ മാത്രമല്ല, അതിന് വേറെ പല ഉപകാരങ്ങളുണ്ട് എന്നുള്ളത്. ഹലോവീൻ വരുന്നുണ്ട് നാളെ വേണം. മറ്റന്നാൾ വെള്ളിയാഴ്ച രാത്രി ഹലോവീൻ നൈറ്റാണ്, October 31. അപ്പോൾ നമുക്ക് നാളെ ഞാനതിൻ്റെ എൻ്റെ മറ്റേ അക്കൗണ്ടിൽ ഹൈഡീസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അതിൻ്റെ ഫോട്ടോസ് മിക്കവാറും വരും. അപ്പോൾ അത് പ്രത്യേക സ്പെഷ്യൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഗതി സെറ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വ്ളോഗിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം, വീഡിയോ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ഗോണ ബി ഫൺ. ഞാനൊരു കേപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു തലയിൽ കൂടെ കുത്തിക്കയറ്റുന്ന കത്തി, തലയിൽ കുത്തിക്കയറിയ പോലെയുള്ള ഒരു സാധനം, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടാറ്റു വാങ്ങിയിട്ടുണ്ട്, ബ്ലഡ് വൂണ്ടിൻ്റെ ടാറ്റു. അപ്പോൾ അത് ഒട്ടിച്ചാൽ മുറിയായ പോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഫേക്ക് ബ്ലഡും. അപ്പോൾ ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡ്രസ്സ് ചെയ്ത് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഹാലോവീൻ നൈറ്റിന് വേണ്ടി പോകുന്നതാണ്. ബ്ലൂ വാട്ടേഴ്സിൽ ചെക്കഞ്ച അവിടെ ഒരു ഹാലോവീൻ സ്പെഷ്യൽ നൈറ്റ് ഉണ്ട്. അപ്പോൾ 8 മണി വരെ അവിടെ 5 to 8 അവിടെ ഒരു കോമ്പറ്റീഷനാണ്. ഹാലോവീൻ എന്താ പറയുക കോസ്റ്റ്യൂംസ് എന്നല്ലല്ലോ, ഹാലോവീൻ എന്താ അതിൽ പറയാം, നമ്മൾ പണ്ട് ഇതൊക്കെ പറയില്ലേ മറ്റേ എന്താ ഇതിൽ പറയുക, ഈ വേഷം ധരിച്ചിട്ടുള്ള പരിപാടിക്ക് അതിൻ്റെ കോമ്പറ്റീഷൻ. പ്രച്ഛന്നവേഷം യെസ്, പ്രച്ഛന്നവേഷം. അപ്പോൾ വെള്ളിയാഴ്ച പ്രച്ഛന്നവേഷ കോമ്പറ്റീഷനാണ്. ഇതെടുക്കും ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് DIP. ഈ ആഴ്ച പരിപാടികളെ കൊണ്ട് പരിപാടി. ശനിയാഴ്ച രാത്രി ഈ ശനിയാഴ്ച ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ശനിയാഴ്ച എനിക്ക് പരിപാടി ഉണ്ടല്ലോ, ഞാനത് വിട്ടുപോയി. നോക്കട്ടെ ടൈമിങ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനി സ്ട്രൈറ്റ് ചെയ്ത് 311 അല്ലല്ലോ, വെയിറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അത് പിടിക്കണം എന്നാണ് കാണിക്കുന്നത്. 311 ചോദിച്ചു ചെയ്തില്ല, 311 ചോദിച്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ പോയാൽ എനിക്ക് മനസ്സിലാവും, എനിക്ക് ബിൽഡിംഗ് കണ്ടാൽ മനസ്സിലാവും. ക്യാമറ നോ ഇല്ല, ഫ്രണ്ട് അടിച്ചേ, കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. പറ്റിച്ചേ. ഓക്കെ, നമ്മൾ 311 തന്നെയാണ്. തംസപ്പ് കീഴ് കാണിച്ചത് എനിക്ക് ഫൈൻ അടച്ചതിനാണെന്നാവോ? ഇതേ പോന്നു വണ്ടികൾ, ട്രക്കിൽ. ഇനി ഒരു ഫൈനും കൂടെ അടക്കാനുള്ള മൂഡ് എനിക്കില്ല. നോ. നല്ല രസമുള്ള ബിൽഡിങ്ങുകളുണ്ട് 311 പോകുമ്പോൾ, രാത്രി പോകുമ്പോൾ കാണാൻ പറ്റും. അതിന് മേലെ ഫുട്ബോൾ ഗ്രൗണ്ടോ? അത് മറ്റേ ഹോട്ടലാണ്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ടൊരു പിടുത്തം പിടിക്കാം. നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ ലൈറ്റ് എന്താ രസം, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആകാശത്തോട്ട് ആ ഒരു ലൈറ്റിൻ്റെ ബീം 2 പോകുന്നത്. 30ാമത്തെ സീസണാണ്, അതിന് എന്തൊക്കെയോ സ്പെഷ്യൽസ് ഉണ്ട്. എന്തായാലും ലൈറ്റ് കൊണ്ട് അടിപൊളി. ഒന്ന് കാണിക്കാന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ട്രക്കുകളുടെ പൊടി പോരും. നോക്കി, ആരൊക്കെ പോയി ഈ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജ്? ആരെങ്കിലും പോയോ ഈ സീസൺ തുടങ്ങിയ ശേഷം? 30 സീസൺസ് ഓഫ് വണ്ടർ. എന്തൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ വണ്ടർ ബേബി.
ഇറ്റ്സ് എ വണ്ടർ ബാബേ. അങ്ങനെ നമ്മുടെ ഫുഡ് പാൻ തുറന്നിരിക്കുന്നു മക്കളെ. പക്ഷേ ഇതായിട്ടില്ല, നമ്മുടെ മറ്റേ ഇതായിട്ടില്ല, ഏതായിട്ടില്ല, ഷവർമായിട്ടില്ല. അങ്ങനെ ഒരു നൈറ്റ് റൈഡ്. ഇവിടുന്ന് വേറെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരുമല്ലോ പ്ലീസ് സമ. കാരണം എൻ്റെ പാർക്കിംഗ് കാർഡ് മേലെയാണ്, ഇറങ്ങിപ്പോയി നോക്കേണ്ടി വരുമോ? മൈ കാർഡ് ഈസ് ദെയർ, താങ്ക് യു. അങ്ങനെ ആശാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റൈഡ് എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ റൈഡ് ഞാൻ നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്ത വണ്ടി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത വ്ളോഗിലെങ്ങാനും നമുക്ക് നോക്കാം. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി അടുത്ത റൈഡ് മിക്കവാറും നമുക്ക് ഗാരേജിലൊന്ന് പോകണം. കാരണം ഇന്നിപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ വണ്ടിയുടെ ചെയിന് ലൂബ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം. ഓഫ് മൂഡ്. സൂപ്പർ സഫാരി നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുമോ അറിയില്ല, ചിലപ്പോൾ കാണാൻ പറ്റും. സലാം കിയാലേ അൽഹംദുലില്ലാ. പക്ഷേ വണ്ടിയിൽ നിന്നൊരു കേബിളും കാര്യങ്ങളും എടുക്കാണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ട് എടുത്താലോ? കാറിൽ നിന്നൊരു സാധനം എടുക്കാണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് എടുക്കാം. അപ്പോൾ അതായിരുന്നു ഗൈസ് ഇന്നത്തെ റൈഡ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.